ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ബി എസ് സി ഇവിടുന്ന് എടുക്കാവോ, യു എയിൽ എടുക്കാവോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ യു എയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കാൻ പറ്റും. പക്ഷേ കമ്പയറിങ് ടു നാട്ടിൽ നോക്കുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ്. ഇവിടെ സാധാരണ ഒരു പോസ്റ്റ് ബി എസ് സിക്കൊക്കെ പഠിക്കണമെങ്കിൽ ഒരു 70,000 80,000 മാക്സിമം ഒരു 1,00,000 ദറംസിന്റെ അടുത്ത് നമുക്ക് ചെലവ് വരുന്നുണ്ട്. 1,00,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ AED കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം എത്രയാവും എന്നുള്ളത്. അപ്പൊ അത്രയും രൂപ വരുന്നുണ്ട്. നമുക്കിവിടെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കിട്ടും. നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ടും റെഗുലർ ആയിട്ടും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജോലി എടുത്തിട്ട് നമുക്ക് അല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് ഡിസ്റ്റന്റ് ആയിട്ട് പോയിട്ട് പഠിക്കാനും പറ്റും. അതിനുള്ള സംവിധാനം കാര്യങ്ങളും ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, ഗവൺമെന്റ് എംപ്ലോയീസിന്. അല്ലാത്തവർക്ക് എന്താ പറയുക, 1,00,000 ചിലപ്പോൾ അതിൻ്റെ മുകളിലടക്കം വരാറുണ്ട് പോസ്റ്റ് ബി സിക്ക്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ് ഇവിടെ പഠിക്കാനായിട്ട്. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഉറപ്പായത്. ഇപ്പോൾ ഇവിടെ ദുബായ് ആണോ അബുദാബി ആണോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും കാര്യങ്ങളും എടുക്കും. പിന്നെ സ്കോളർഷിപ്പും കുറച്ച് കിട്ടും. പക്ഷേ ഗവൺമെൻറ് എംപ്ലോയീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രമാത്രം കിട്ടില്ല. പക്ഷേ കുറച്ച് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ആ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.